90കളിൽ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ നടന്ന നെൽവയൽ സംരക്ഷണ സമരത്തെ വെട്ടിനിരത്തൽ സമരമെന്നാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും മുഖ്യധാര മാധ്യമങ്ങളും വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ VS മരിച്ചതോടെ പലരും നിലപാട് മാറ്റിയിരിക്കുന്നു. VSന്റെ നേതൃത്വത്തിൽ നടന്നത് വയൽ നികത്തലിനെതിരെ നടന്ന സമരമായിരുന്നുവെന്ന് മലയാള മനോരമയുടെ തുറന്നു പറച്ചിൽ. തൊണ്ണൂറുകളിൽ കേരളത്തിൽ ഭൂമാഫിയകൾ സജീവമാവാൻ തുടങ്ങിയതോടെയാണ് VSന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നെൽവയൽ സംരക്ഷണ സമരം ആരംഭിച്ചത്. ഇത് നെൽവയൽ സംരക്ഷണ സമരമല്ല, വെട്ടിനിരത്തൽ സമരമാണ് എന്നതായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ ആരോപണം. വെട്ടിനിരത്തൽ സമരം എന്ന് പറഞ്ഞ് അന്ന് VSനെ അധിക്ഷേപിക്കാൻ മുന്നിൽ നിന്നത് മലയാള മനോരമ തന്നെയാണ്. എന്നാൽ VSന്റെ മരണത്തോടെ മനോരമ നിലപാട് മാറ്റിയിരിക്കുന്നു. VSന്റെ നേതൃത്വത്തിൽ അന്ന് നടന്നത് വയൽ നികത്തലിനെതിരെയുള്ള സമരമായിരുന്നുവെന്നാണ് മനോരമ കഴിഞ്ഞ ദിവസം എഴുതിയത്. മൂന്നാറിന് എത്രയോ മുമ്പ് കുട്ടനാട് മേഖലയിൽ KSKTUവിനെ മുന്നിൽ നിർത്തി വയൽ നികത്തലിനെതിരെ VS സമരം നടത്തിയിരുന്നതായി മനോരമ സ്മരിക്കുന്നു. വെട്ടിനിരത്തൽ സമരമെന്ന പ്രയോഗം തിരുത്തി വയൽ നികത്തലിനെതിരെയുള്ള സമരം എന്ന് തുറന്നു പറയാൻ മനോരമയ്ക്ക് VSന്റെ മരണം വരെ കാത്തിരിക്കേണ്ടി വന്നു. VSന്റെ മരണസമയത്തും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ആളിക്കത്തിക്കാനുള്ള ശ്രമവും ഊർജിതമായി. അവസാന കമ്മ്യൂണിസ്റ്റുകാരനും മരിച്ചു എന്നതായിരുന്നു അവരുടെ കണ്ടുപിടുത്തം. അവർക്ക് VSനെ സ്നേഹിക്കുന്നവർ തന്നെ മറുപടിയും നൽകി. ഇന്നലെ രാവിലെ ഒരു ചാനൽ ഞാൻ കണ്ടത്, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കോടീശ്വരനായ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റിന്റെ മരണം എന്നാണ്. എനിക്ക് പറയാനുള്ളത്, ആ മനുഷ്യൻ കേരളത്തിലെ വിവരദോഷികളുടെ അവസാനത്തെ കണ്ണിയായിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രമാത്രം വേദനയുണ്ടാക്കിയ ഒരു പ്രതികരണമായിരുന്നു അത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന വലിയ പ്രത്യയശാസ്ത്രത്തിനോ നശിക്കാൻ സാധ്യമല്ല. ജനങ്ങൾ, സാധാരണ മനുഷ്യന് സ്നേഹം ആഗ്രഹിക്കുന്നിടത്തോളം കാലം, വേറൊരാളുടെ പരിഗണന ആഗ്രഹിക്കുന്നിടത്തോളം കാലം അതിന് മരിക്കാനേ സാധ്യമല്ല. ന്യൂസ് ഡെസ്ക്.